കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങും. അനുമോദം നമ്മൾ പലതവണ പറഞ്ഞ വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു, ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ ഇനി ഉറ്റുനോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ വിഷയം തന്നെ. ഗുരുവായൂർ ദേവസ്വം അത് എത്ര പ്രതീക്ഷയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ കാണുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ തവണ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ദർശനമാണ് എന്ന് ഇരിക്കുമ്പോൾ പോലും ഇതുവരെ അദ്ദേഹം ഗുരുവായൂരിൽ ദർശനം നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് തൃശൂർ മണ്ഡലത്തിന്റെ അകത്തുപെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമോ എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാന BJP പോലും അത് ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു നേട്ടമായി ഉയർത്തി കാണിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യും. അയോധ്യ പ്രാണപ്രതിഷ്ഠ നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളത് വലിയ മൈലേജ് ആയിട്ട് തന്നെ BJPക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ഏത് രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ്, ഒപ്പം ഭക്തജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്ന്? അപർണ, ഈ അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനത്തിൽ എവിടെയും അദ്ദേഹം ഒരു പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഏതെങ്കിലും സദസ്സിന് മുൻപിലോ നടത്തുമെന്ന് നമുക്ക് കരുതാനാകില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് മീറ്റിംഗോ ഒരു പബ്ലിക് സ്പീച്ചോ ഇന്ന് ഗുരുവായൂരിൽ എവിടെയും ഇല്ല. പക്ഷേ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ ദേവസ്വത്തിന് സമർപ്പിക്കാനുള്ളത് വലിയ പദ്ധതികളെക്കുറിച്ചാണ്. ദേവസ്വത്തിന്റെ വികസനം ക്ഷേത്ര നഗരത്തിന്റെ വികസനം മാത്രമല്ല, ക്ഷേത്രത്തിന്റെ അനുബന്ധമായിട്ടുള്ള വികസനം കൂടിയാണ് ഇത്തവണ ദേവസ്വം വലിയ ഒരു പദ്ധതിയായിട്ട് മുന്നിൽ കാണുന്നത്. മലപ്പുറത്തെ വെങ്ങാട് ദേവസ്വത്തിന്റെ തന്നെ ഡയറി ഫാമുണ്ട്, ഗോശാലയുണ്ട്, ഗോകുലം എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ഒരു വികസനം എന്നത് കാലങ്ങളായി ദേവസ്വം മുന്നിൽ വെക്കുന്ന ഒരു ആവശ്യമാണ്. അവിടെ 1500-ലധികം പശുക്കളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദേവസ്വം ചെയർമാനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഗോശാലയുടെ വികസനം അത് കാലാനുസൃതമായിട്ട് നടത്തണം എന്നുള്ളതാണ്. അവിടേക്ക് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കൂടുതൽ പശുക്കളെ കൊണ്ടുവരിക, അവിടെ കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക, അവിടെ ഈ പാലുൽപ്പന്നങ്ങളും വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് വിപണിയിൽ എത്തിക്കാനുള്ള കാലത്തിന് അനുയോജ്യമായ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അത്തരത്തിൽ വലിയ ഒരു പദ്ധതിയാണ് ഈ ദേവസ്വത്തിന്റെ മുൻപിലുള്ളത്. നമ്മൾ നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഒരു ഗോശാല നവീകരിക്കലാണോ വലിയ പദ്ധതി എന്ന് തോന്നുമെങ്കിൽ പോലും ദേവസ്വത്തിന് മുമ്പിൽ അത് ഒരു ദീർഘകാല നേട്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അവർ കാണുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം മോദി സർക്കാർ ഈ ഗോപരിപാലനത്തിൽ കൊടുക്കുന്ന ശ്രദ്ധ, അത് ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പദ്ധതി മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ കൂടി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേവസ്വം അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. അതായത് ഗോശാല വികസനം എന്നത് ഗുരുവായൂർ ദേവസ്വത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. രണ്ടാമതായിട്ട് ഈ ക്ഷേത്ര നഗരത്തിന്റെ വികസനമാണ്. നിലവിൽ 2 പദ്ധതി പ്രകാരമാണ് 300 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ ഗുരുവായൂരിന് നൽകിയിട്ടുള്ളത്. ഒന്ന് പ്രസാദം പദ്ധതിയും അതുപോലെ അമൃത് പദ്ധതിയും. പ്രസാദം പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഫണ്ടാണ്. അത് ക്ഷേത്രത്തിന്റെ വികസനത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുപ്രകാരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഫെസിലിറ്റേഷൻ സെന്ററും അമ്യൂണിറ്റി സെന്ററും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അമൃത് പദ്ധതി. നിലവിൽ തന്നെ അമൃത് പദ്ധതിയുടെ 50% കേന്ദ്ര സർക്കാർ നൽകുന്നു, ബാക്കി 50% സംസ്ഥാന സർക്കാരും നഗരസഭയും ചേർന്ന് കണ്ടെത്തുന്നു. അങ്ങനെ കേരളത്തിൽ ഏറ്റവും അധികം അമൃത് പദ്ധതി പ്രകാരം വികസനം നടത്തിയ ഒരു മേഖല കൂടിയാണ്, നഗരസഭ കൂടിയാണ് ഗുരുവായൂരുടേത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ഓടകളുടെ നവീകരണം, അതായത് ഓടകൾ അടച്ച് ഇവിടേക്കുള്ള ക്ഷേത്രത്തോട് റിംഗ് റോഡുകൾ നവീകരിക്കുക എന്നത് വലിയ ഒരു ആവശ്യമായിരുന്നു. അത് പൂർത്തീകരിച്ചത് ഈ അമൃത് പദ്ധതിയിലൂടെയാണ്. അതുപോലെ ദേവസ്വത്തിന്റെ ഫെസിലിറ്റേഷൻ സെന്റർ, മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട അനിവാര്യമായിട്ടുള്ള വികസന പദ്ധതികൾ ഈ അമൃത് പദ്ധതിയിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇത് രണ്ടും എല്ലായിടത്തും നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്നാണ്
ഈ ഗുരുവായൂർ നഗരസഭയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും പറയുന്നത്. അത് ഗുരുവായൂരിന് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയല്ല. അമൃത് പദ്ധതിയും പ്രസാദം പദ്ധതിയും രാജ്യത്തെ എല്ലാ മേഖലയിലും നടപ്പാക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ പാക്കേജ് എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത് ഗുരുവായൂരിന്റെ സമഗ്ര വികസനം, ക്ഷേത്ര അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക. അതിന് ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം ഇതിന് ഏറ്റവും വലിയ ആവശ്യമായിട്ട് വരുന്നത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ റെയിൽവേ വികസനമാണ്. നമുക്കറിയാം, ഗുരുവായൂരിൽ റെയിൽവേ ലൈൻ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഏറ്റവും അവസാനമായി നിർമ്മിച്ച റെയിൽവേ പാത കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ളത്. ഈ പാത എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ദീർഘിപ്പിക്കുന്നത്, ഏതെങ്കിലും പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന എന്നൊരാവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. അത്തരത്തിൽ ഈ ഗുരുവായൂരിലേക്ക് ഒരു റെയിൽവേ ലൈൻ ഷൊർണൂരിൽ നിന്നോ അല്ലെങ്കിൽ തിരൂരിൽ നിന്നോ താനൂരിൽ നിന്നോ കുറ്റിപ്പുറത്തു നിന്നോ തുടങ്ങി അത് ഈ ഗുരുവായൂർ വഴി തൃശ്ശൂരിലേക്ക് നീട്ടുകയാണെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്ക് നേരിട്ട് ആളുകൾക്ക് എത്താൻ കഴിയും. നിലവിൽ കോവിഡിന് മുൻപ് ഗുരുവായൂരിലേക്ക് നിരവധി സർവീസുകളുണ്ടായിരുന്നത് എല്ലാം തന്നെ ഇപ്പോൾ നിലച്ച മട്ടാണ്. 6 ട്രെയിനുകൾ മാത്രമാണുള്ളത്. അതിനു പുറമെ കൂടുതൽ ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ, അതായത് ഡെവോഷണൽ ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗുരുവായൂരിലേക്ക് നേരിട്ട് സർവീസുകൾ ആരംഭിക്കുക എന്നൊരാവശ്യമാണുള്ളത്. അത് ഈ ഒരു ടൂറിസം ക്ഷേത്ര നഗരങ്ങളുടെ വികസനത്തോടനുബന്ധിച്ച് ഒരു ചെയിൻ നെറ്റ് സർവീസ് പോലെ, ഒരു ടൂറിസം ചെയിൻ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി അതുപ്രകാരം ഗുരുവായൂരിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഉത്തരേന്ത്യയിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. നേരിട്ട് ഗുരുവായൂരിലേക്കുള്ള സർവീസ് തുടങ്ങുകയാണെങ്കിൽ, അങ്ങനെ ഒരു സർവീസ് തുടങ്ങണമെങ്കിൽ അതിന് പാതകളുടെ വികസനം ആവശ്യമാണ്. 2, അവിടേക്ക് കൂടുതൽ ട്രെയിനുകൾ ആവശ്യമാണ്. ഈ ഒരു റെയിൽവേ വികസനം എന്നത് നരേന്ദ്രമോദിക്ക് മുൻപിൽ ഇപ്പോൾ ദേവസ്വം മാത്രമല്ല, അത് നഗരസഭയും എല്ലാവരും ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നഗരസഭയിലെ അധികൃതർക്ക് ഇതൊരു സ്വകാര്യ ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ദേവസ്വം ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആവശ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിക്കും. മറ്റൊന്ന്, ഗുരുവായൂരിൽ ഒരു ദിവസം തന്നെ 10,000 വന്നു പോകുന്ന സ്ഥലമാണ്. ഒരു 3 കോടിയിലധികം ആളുകൾ ഓരോ വർഷവും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ അതിന് തക്ക വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ നൽകേണ്ടതുണ്ട്. കാരണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോ അത്തരത്തിലെ ആധുനിക ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളോ ഇവിടെയില്ല. ഏറ്റവും അടുത്തുള്ള പ്രധാനപ്പെട്ട നഗരം തൃശ്ശൂരാണ്. അത് 29 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഗുരുവായൂരിൽ അത്തരത്തിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന ഒരാവശ്യത്തിനും വലിയ പഴക്കമുണ്ട്. അത് ദേവസ്വത്തിന്റെ കീഴിൽ തന്നെ നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ, അതിന് കേന്ദ്ര സഹായം ലഭിക്കുകയാണെങ്കിൽ, ഒരു ഗുരുവായൂർ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് വലിയൊരു വികസനത്തിന് വഴിയൊരുക്കും. നമ്മളിപ്പോൾ അയോധ്യയിൽ കാണുന്നതാണ്. അയോധ്യയിലെ ഒരു ക്ഷേത്രത്തിന്റെ വികാസത്തോടൊപ്പം അവിടെ ക്ഷേത്രം ഉയർന്നു വരുന്നതോടൊപ്പം അയോധ്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നടപ്പാകുന്നത്. ആ രീതിയിലുള്ള